ഇന്നത്തെ കഥയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് അനി. എനിക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു. പേര് കലേഷ്. എന്ത് കാര്യത്തിനായാലും ഞാനും അവനുമായിട്ടായിരുന്നു. അവൻ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. അവന്റെ അമ്മ രമ, അച്ഛൻ രാജേന്ദ്രൻ, പിന്നെ ഒരു പെങ്ങൾ, ഇവരായിരുന്നു അവന്റെ കുടുംബം. അവന്റെ അച്ഛന് മേശരിപ്പണിയാണ്. എല്ലാ ദിവസവും പണിയുണ്ടാകും. അങ്ങനെ സന്തോഷകരമായി പോകുന്ന ഒരു കുടുംബം. ഒരു ദിവസം അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അനി, ദേണ്ടേ നിന്റെ ഫോൺ അടിക്കുന്നു. ഞാൻ ചെന്ന് ഫോൺ എടുത്തു. നോക്കിയപ്പോൾ കലേഷാണ്. നീ വീട്ടിലുണ്ടോ, അതോ വല്ലോടത്തും വായി നോക്കാൻ പോയോ? കലേഷ് ചോദിച്ചു. എങ്ങും പോയില്ലടാ, വീട്ടിൽ തന്നെയുണ്ട്. എന്താ കാര്യം? കോള് വല്ലതും ഒത്തോ? ഞാൻ ചോദിച്ചു. കോളൊന്നുമല്ലടാ, വേറൊരു കാര്യമുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം, നീ റെഡിയായി നിൽക്ക്, നമുക്കൊരിടം വരെ പോകണം. ഓക്കെ എളുപ്പം വാ, ഞാൻ പറഞ്ഞു. ഞാൻ പോയി റെഡിയായി. ഇത് കണ്ട അമ്മ ചോദിച്ചു, എവിടെ പോകുന്നടാ രണ്ടുപേരും കൂടി? പെണ്ണ് കാണാനോ മറ്റോ ആണോ? അമ്മ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കൊരു പെണ്ണ് കാണാൻ പോവുക, ഞാൻ തിരിച്ചു പറഞ്ഞു. മോൻ പെണ്ണ് കണ്ടേച്ചിഞ്ഞു വാ. അമ്മ അല്പം നീരസത്തോടെയാണ് അത് പറഞ്ഞത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കലേഷ് ബൈക്കുമായി വന്നു. കേറ്, ഒരു സ്ഥലം വരെ പോകണം, കലേഷ് പറഞ്ഞു. എവിടാടാ പതിവില്ലാതെ ഈ നേരത്ത്? വല്ല വള്ളിക്കോളുവാണോടാ കുഞ്ഞെ? ഞാൻ ചോദിച്ചു. അതൊന്നുമല്ലടാ, നീ കയറിങ്ങോട്ട്, പറയാൻ നിന്റെ അടുത്ത്. ചുമ്മാ കളിക്കാതെ കാര്യം പറ നീ, ഞാൻ ദേഷ്യത്തോടെയാണത് പറഞ്ഞത്. അപ്പോൾ കലേഷ് പറഞ്ഞു, അവൾ എന്നെ തേച്ചിട്ട് പോയി, എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഈ അവൾ എന്ന് പറഞ്ഞത് അവന്റെ കാമുകി സന്ധ്യയാണ്. അവൾ കുറച്ച് ഉടായിപ്പാണ്. ഇവനോട് എന്തു പറഞ്ഞാലും ഇവന്റെ തലയിൽ കയറില്ല. ആദ്യം വേറൊരുത്തനുമായിട്ടായിരുന്നു ഇവൾക്ക് ലൈൻ. അവനെ തേച്ചിട്ടാ ഇവനെ പിടിച്ചത്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേടാ അവൾ നിനക്ക് പണി തരുമെന്ന്. അന്ന് നീ എന്തുവാ എന്റെ അടുത്ത് പറഞ്ഞത്? അയ്യോ, അവളൊരു പാവമാടാ, എന്നെ ജീവനാടാ, മാങ്ങാ തൊലിയാടാ, എന്തൊക്കെയായിരുന്നു. ഇപ്പോഴോ പവനായി ശവമായി. അനുഭവിച്ചോ? ഞാൻ പറഞ്ഞു. ശവത്തിൽ കുത്താതെടാ, ഞാൻ ആകെ വിഷമത്തിലാണ്. ഞാൻ അവൾക്ക് കൊടുത്ത മാലയിട്ടോണ്ടാണ് അവളിപ്പോ അവന്റെ കൂടെ കറങ്ങുന്നത്, കലേഷ് വലിയ വിഷമത്തോടെ പറഞ്ഞു. ഒരു വലി വെച്ചുകൂട്, അല്ലാതെ എന്തു പറയാൻ. അവള് പോട്ടടാ, നിനക്ക് വേറെ പെണ്ണിനെ ഇനിയും കിട്ടും, ഞാൻ അവനെ ആശ്വസിപ്പിച്ചു. നിന്റെ കൈ ക്യാഷ് വല്ലതും ഇരിപ്പുണ്ടോ? നമുക്ക് ചെറുത് 2 വിടാം, കലേഷ് പറഞ്ഞു. വേസ്റ്റ്, നിരാശാകാമുകൻ ഇനി കള്ളും കുടിച്ച് നടക്കാനാണോ പ്ലാൻ? പറ്റാത്തോണ്ടാടാ, ക്യാഷ് ഉണ്ടെങ്കിൽ വാ, നമുക്ക് പോയിട്ട് വരാം, കലേഷ് വീണ്ടും പറഞ്ഞു. എവിടെ ഇരുന്ന് അടിക്കും? കണ്ട പാടത്തും പറമ്പിലും ഒന്നും ഇരുന്ന് അടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് എന്റെ വീട്ടിൽ പോകാം, അവൻ പറഞ്ഞു. എന്നിട്ട് വേണം നിന്റെ അച്ഛന് അതിന്റെ ഷെയർ കൊടുക്കാൻ. ഇല്ലടാ, അദ്ദേഹം അവിടെ ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. എന്റെ മനസ്സിൽ ഒരു ചെറിയ ലഡു പൊട്ടി. എത്ര നാളായി ആന്റി എന്നെ കൊതിപ്പിക്കുന്നു. പലതവണ ഇവന്റെ വീട്ടിൽ പോകുമ്പോൾ നൈറ്റിയുടെ ഫ്രണ്ട് വശം മുകളിലോട്ട് കുത്തിയാണ് വീട്ടിൽ ഓരോ ജോലിയും ചെയ്യുന്നത്. ആ വെളുത്ത് കടഞ്ഞെടുത്ത ആ കണങ്കാലുകൾ, അത് ഓർക്കുമ്പോൾ തന്നെ തരിച്ചു കയറുന്നു. ഇവനാണെങ്കിൽ 3 കഴിച്ചു കഴിയുമ്പോഴേ ഫിറ്റാ. ഇന്ന് എന്തായാലും ഒന്ന് വളച്ചു നോക്കണം, ഞാൻ മനസ്സിൽ കരുതി. പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് ആന്റിക്ക് അറിയാം, അതുകൊണ്ട് കുഴപ്പവുമില്ല. എന്നാ വാടാ പോകാം. അമ്മ കണ്ട കുഴപ്പം വല്ലതും ഉണ്ടോ? നമ്മൾ കുടിക്കുന്നത് അറിയാം, എങ്കിലും വീട്ടിൽ വെച്ചാകുമ്പോ അമ്മ കാണില്ലേടാ. അതിന് അമ്മയുടെ മടിയിലിരുന്നാണോ നമ്മൾ കുടിക്കുന്നത്? എന്റെ റൂമിൽ വെച്ചല്ലേ, അവിടൊന്നും ഒരു കുഴപ്പവുമില്ല. നീ ബാ. അങ്ങനെ വണ്ടി ബിവറയിലെത്തി. നീ നിക്ക്, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം, കലേഷ് പറഞ്ഞു. നീ തന്നെ പോ. അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങി അവന്റെ വീട്ടിലോട്ട് വിട്ടു. വീട്ടിലെത്തിയപ്പോ അവന്റെ അമ്മ അടുക്കളയിൽ എന്തോ പണിയിലായിരുന്നു. ഉച്ചയ്ക്കുള്ള ആഹാരത്തിന്റെ പണിയായിരിക്കും. ഞങ്ങൾ അവന്റെ റൂമിലോട്ട് പോയി. വാടാ, കലേഷ് വിളിച്ചു. റൂമിൽ കയറി തൊട്ടുകൂട്ടാനൊന്നും ഇല്ലേടാ, ഞാൻ ചോദിച്ചു. അതല്ലേ മോനെ ഇതൊക്കെ. നീ എല്ലാം സെറ്റാക്കി വെച്ചോണ്ടാണല്ലേ? അവനെല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. കട്ടിലിനടിയിൽ അച്ചാറ്, വെള്ളം എല്ലാം സെറ്റായിരുന്നു. അല്ലേ വെള്ളം എടുക്കാനെന്ന് പറഞ്ഞ് ആന്റിയെ കാണാൻ പോകാമായിരുന്നു. നീ എന്തോടെ ആലോചിക്കുന്നേ? കുപ്പി എടുക്ക്, കലേഷ് വെപ്രാളത്തോടു കൂടിയാണ് പറഞ്ഞത്. നീ ആ ഗ്ലാസ് ഇഞ്ഞെടുത്തേ, ഞാൻ പറഞ്ഞു. ഞാൻ ഒരെണ്ണം ഒഴിച്ച് ഞങ്ങൾ 2 അടിച്ച ശേഷം 2ാമതൊഴിച്ച് അവൻ വേഗം അകത്താക്കി. അതോടെ അവൻ ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പോഴാണ് പുറത്ത് വാതിൽ മുട്ടുന്ന സൗണ്ട് കേട്ടത്. അയ്യോ, അവന്റെ അമ്മ. എന്തു ചെയ്യും? എന്തേലും വരട്ടെ എന്ന് വെച്ച് ഞാൻ ചെന്ന് വാതിൽ തുറന്നു.
അവൻ അപ്പോഴേക്കും ബെഡിൽ കിടന്നിരുന്നു. കുപ്പിയെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റി. എവൻ ഇനി തുറക്കാണ്ടിരുന്നാൽ മതി. വാതിൽ തുറന്ന ഞാനൊന്ന് ഞെട്ടി. ആന്റി ഒരു റെഡ് നൈറ്റി ആയിരുന്നു വേഷം. മുടിയൊക്കെ ഒതുക്കി കെട്ടി പൊട്ടൊക്കെ തൊട്ട് വല്ലാത്ത സ്മെല്ല് വന്നു എനിക്ക്. ഞാൻ അങ്ങനെ തന്നെ ആന്റിയെ നോക്കി നിന്നു. പെട്ടെന്ന് ഡാവെന്നൊരു വിളി കേട്ടാണ് പിന്നെ ബോധം വന്നത്. എന്താടാ രണ്ടും കൂടെ റൂമിൽ പരിപാടി? ഒന്നുമില്ല ആന്റി, ഞങ്ങൾ ചുമ്മാതൊന്നും അല്ല. അവനെന്താ കിടന്ന് ഉറങ്ങുന്നത്? എന്താ അവന് വയ്യേ? ഇല്ല ആന്റി, ഒന്നുമില്ല. എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ രണ്ടുപേർക്കും. അത് പിന്നെ ആന്റി, എന്തെങ്കിലും വഴക്കായോടാ അവളുമായിട്ടവൻ? അവളായി ബ്രേക്കപ്പായി. അതാണോ കാര്യം? നന്നായി. എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടൽ? അങ്ങനെ തന്നെ വേണം. ഞാൻ പറഞ്ഞതാ അവളെ വിശ്വസിക്കല്ലേടാന്ന്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ആന്റി ചോദിച്ചു. അവൾ ആളത്ര ശരിയല്ല ആന്റി. അത് നിനക്കെങ്ങനെ അറിയാം? അത് അത് പിന്നെ കൂട്ടുകാർ പറഞ്ഞറിയുന്നതാ, വേറെ ഒന്നുമല്ല. നീ വല്ലതും ആഹാരം കഴിച്ചോ? ഇല്ല ആന്റി. എന്നാ വാടാ കഴിക്കാം. മീൻ വറുത്തതും എല്ലാം ഉണ്ട്. ആന്റി ഞാൻ വരാം. ആന്റി നടന്നോ? ശരി. ആന്റി നടന്നപ്പോൾ ആന്റിയുടെ ആ ബാക്കുവശം ഒന്ന് കാണണം. കിടന്ന് തുള്ളിക്കളിക്കുന്നു. എനിക്ക് ആകെ നിയന്ത്രണം വിടുമെന്ന് തോന്നി. ഞാൻ ഒരെണ്ണം കൂടി ഒഴിച്ചടിച്ചു. ഞാൻ താഴേക്ക് ചെന്നു. അവൻ അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. എന്നാലും ഒരു ഉറപ്പിന് ഡോർ പുറത്തു നിന്നും അടച്ചു. വാടാ കൈകഴുകിയിരിക്കെ, ആന്റി പറഞ്ഞു. ഞാൻ കൈകഴുകിയിരുന്നു. ആന്റി വിളമ്പാൻ തുടങ്ങി. എല്ലാം ഇടുമ്പോഴും എന്റെ ശ്രദ്ധ ആന്റിയുടെ മുഖത്ത് തന്നെ ആയിരുന്നു. ആന്റി എന്നോട് മുട്ടി നിന്നാണ് വിളമ്പിയത്. അതിനുശേഷം ആന്റി എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ടിരുന്നു. ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് ആഹാരം കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പെട്ടെന്ന് ഞാൻ താഴേക്ക് ശ്രദ്ധിക്കുന്നത്. ആന്റി ഇരുന്നപ്പോൾ ആന്റിയുടെ നൈറ്റി ശകലം പൊങ്ങിയിരിക്കുന്നു. ആന്റിയുടെ ആ വെണ്ണ നിറമുള്ള ആ കണങ്കാലുകൾ, അതിൽ സുന്ദരമായ അരയന്നങ്ങളെ പോലെയുള്ള സിൽവർ കളർ നെയിൽ പോളിഷ്, അതിന് വലയുന്ന പോലെയുള്ള സ്വർണ്ണ കൊലുസും. അത് കണ്ടപ്പോ എന്റെ കണ്ണ് തള്ളി. ഞാൻ മെല്ലെ എന്റെ കാല് ആന്റിയുടെ കാലിലൊന്ന് തട്ടി. ആന്റി അത് അറിഞ്ഞതേയില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം വന്നു. ഞാൻ മെല്ലെ ഒരു വിരൽ കൊണ്ട് ആന്റിയുടെ കാലിന് മുകളിൽ ഒന്ന് തഴുകി. ആന്റി കഴിക്കുന്നതിനിടയിലായോണ്ടാണോ എന്തോ അറിയുന്നില്ല. ഇങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാൻ വിരൽ കുറച്ച് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആന്റി ചെയറിൽ നിന്ന് എഴുന്നേറ്റു. എന്താ ആന്റി? ഞാൻ വേഗം തന്നെ കാല് മാറ്റിയിരുന്നു. ഒന്നുമില്ലടാ, എന്തോ അരിച്ചതുപോലെ കാലില്, ആന്റി പറഞ്ഞു. അത് വല്ല പാറ്റാവും ആന്റി. ശരിയാ. ആന്റി അതും പറഞ്ഞ് കൈ കഴുകാൻ പോയി. ഞാനും പിന്നാലെ പോയി. ഞാൻ ആന്റി കൈ കഴുകുമ്പോൾ പിന്നിലായി നിന്ന് ആന്റി കൈ കഴുകാൻ കുനിഞ്ഞു നിന്നപ്പോ ആ ബാക്ക് കണ്ടു. മദ്യത്തിന്റെ ആ ലഹരിയിൽ ഞാൻ ഒന്നുകൂടെ അടുത്ത് നിന്ന് ഇപ്പോൾ എന്റെ ചെറുതായിട്ടൊന്ന് തട്ടി. അത് ആന്റി അറിഞ്ഞു. എന്തുവാടാ ഇത്ര തിരക്ക്? സോറി ആന്റി, വീഴാൻ പോയതാ. ആന്റി ഇരുത്തിയൊന്ന് മൂളി. സോറി ആന്റി, സത്യമായിട്ട് ഞാൻ വീഴാൻ പോയതാ. ശരി ശരി ശരി. നീ പോകുമ്പോൾ ആ ഫ്രണ്ട് ഗേറ്റ് അടച്ചിട്ട് പോണേ, ഞാൻ കിടക്കാൻ പോവുക. ശരി ആന്റി, അടച്ചേക്കാം. അങ്ങനെ ആന്റി കിടക്കാൻ റൂമിൽ പോയി. വാതിൽ കുറ്റിയിട്ടിട്ടില്ല. ഞാൻ കണ്ടു. എന്നാലും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഗേറ്റെല്ലാം അടച്ചു, ഫ്രണ്ട് ഡോറെല്ലാം കുറ്റിയിട്ടു. ഹാളിൽ കയറി ഇരുന്നു കുറച്ചു നേരം. അങ്ങനെ ഒരു അരമണിക്കൂർ ഞാൻ അങ്ങനെ ഇരുന്നു. അടിച്ചതിന്റെ എഫക്റ്റ് അങ്ങനെ ആവാത്തോണ്ട് ഞാൻ മുകളിൽ പോയി. ഒരു ചെറുതും കൂടി അകത്താക്കി. അവിടെ നിന്ന് തിരിഞ്ഞ് മെല്ലെ ആന്റിയുടെ റൂമിന്റെ വാതിലിൽ മെല്ലെ തുറന്നു. എന്റെ പൊന്നോ, ആന്റിയുടെ കിടപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. വാതിലിന് നേരെയാണ് ഫേസ് ചെയ്ത് കിടന്നിരുന്നത്. കാറ്റിൽ നൈറ്റി മുട്ടോളം ശകലം പൊങ്ങിയാണ് കിടക്കുന്നത്. ഞാൻ പതുക്കെ വാതിലിന് കുറ്റിയിട്ടു. ആന്റിയുടെ അടുത്തായി ചെന്നിരുന്നു. മദ്യം അല്ലാത്ത ഒരു ധൈര്യം തന്നു. ഞാൻ എന്റെ സ്വപ്നറാണിയുടെ ആ സ്വർണ്ണക്കൊലുസിട്ട കാലിൽ ഞാനൊന്ന് ടച്ച് ചെയ്തു. ആന്റി നല്ല ഉറക്കമാണ്, ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ മേലെ മുകളിലോട്ട് കയറി തുടങ്ങി. ആന്റി ഒന്ന് അനങ്ങി. ഞാൻ നൈറ്റ് കുറച്ചുകൂടെ ഒന്ന് ഉയർത്താൻ നോക്കി. പെട്ടെന്നാണ് ആന്റി ഞെട്ടി ഉണർന്നത്. എന്താടാ നീ ചെയ്യുന്നത്? ആന്റി പ്ലീസ്, വല്ലാത്ത ആഗ്രഹം കൊണ്ടാണ്. ഒരു തവണ. ഞാനൊന്നും അറിയില്ല എന്ന് നീ കരുതിയോ? നീ ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിച്ചു കിടന്നതാ, ഓട്ടയെന്ന് വെച്ചിട്ട്. എന്നിട്ട് ഇപ്പോ പ്ലീസ് ആന്റി, എനിക്ക് ആന്റി അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. പെട്ടെന്ന് ആന്റി എന്നെ നോക്കി പുഞ്ചിരിച്ചു. നിന്റെ കുസൃതികൾ ഞാനും ആസ്വദിച്ചിരുന്നു. മതി മതി, ഇനി പൊയ്ക്കോ. ആന്റി എന്നെ ഒന്ന് പരിഗണിക്ക് പ്ലീസ്.
എടാ അതൊന്നും ശരിയാവില്ല. വീട്ടിൽ അതുകൊണ്ട് അവൻ കിടന്നുറങ്ങുന്നുണ്ട്. അവനോ നാട്ടുകാരോ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അവൻ എപ്പോഴേ ഉറങ്ങി ആന്റി. വാതിൽ ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. വേറെ ആരും അറിയില്ല. എന്നാലും ഒരെന്നാലുമില്ല. ആന്റിക്ക് താല്പര്യമുണ്ടല്ലോ, അത് മതി. ആന്റി ഒരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കി. അങ്ങനെ രണ്ടുപേരും കട്ടിലിലേക്ക് മറിഞ്ഞു. അരണ്ട വെളിച്ചത്തിൽ തീപ്പൊരി പാറിയ പ്രകടനമായിരുന്നു രണ്ടുപേരുടെയും. ഒടുവിൽ രണ്ടുപേരും തളർന്നു.